പെങ്ങളെ പെങ്ങളെ വിളിച്ചു വിളി കേട്ടു. ഏതാടാ ഈ എണ്ണം കേട്ടോ? ഈ നടുവേലാത്തവനെ കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് നോക്കിയാ പെങ്ങളെ. വണ്ടിക്കാരുടെ അവസ്ഥ പശുവിനെ മെനക്കെടുത്തു, ഒന്നും നടക്കൂല. ഒന്ന് നോക്കി. നടു വെട്ടിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് തിരുമണം. അല്ലേ ഈ തടി കൊണ്ടൊന്നും ഒരു കാര്യമല്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കാന്നേ ഉള്ളൂ. കാശുണ്ടോ കയ്യില്? അത്യാവശ്യത്തിനുണ്ട്. എന്നെ കാണാൻ നിക്കോടാ, പോയനടാ എല്ലാം പോടാ. ഒന്നും മിണ്ടാതിരിക്കും നിങ്ങള്, അവര് ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ? അതെ പെങ്ങളെ, ഒന്ന് നോക്കാവോ ഇത്? നീ ഏതാടാ? നല്ല പരിചയമുണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? അവൻ എന്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചാ. നിങ്ങൾ ഒന്നിച്ചാ? അത്തരക്കാരൻ ഞാനീ പറമ്പേ കയറ്റാറില്ല, പോടാ. അയ്യോ പെങ്ങളെ, അവൻ അത്രക്കാരനല്ല, എന്റെ കൂടെ പണിക്ക് വന്നാ. ഇതൊന്നും നോക്കോ? ഒരു കാര്യം ചെയ്തെല്ലാം മാറ്റിച്ചിട്ട് ഒരു കോണാനും എടുത്ത് അകത്തോട്ട് എനിക്കടുത്ത് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ ഒരു പ്രത്യേക സ്ഥലം അല്ലേ ഷാജിവാ? എണ്ണ പുരട്ടി കിടത്തിയിട്ടേ ഉള്ളൂ, ചികിത്സ കഴിയാൻ നേരം വെളുക്കും. നാളെ കാലത്ത് പോവാം. നീ അപ്പുറത്തെ മുറിയിലോട്ട് കിടന്നോ. അടുക്കളയില് ചക്കക്കുരുവും മാങ്ങയും ചോറും ഇരിപ്പുണ്ട്. മുഴുവനും തീർത്തേക്കല്ലേ, ഒരു കൊച്ചുള്ളതാ. ചുമ്മാ ഇരിയടാ. അധികം വേദന നോക്കണേ പെങ്ങള്. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. ആ അടുപ്പിലിരിക്കുന്ന മരുന്നൊന്ന് തിളച്ചോട്ടെ. ഇവിടുത്തെ പണിക്കാരന് ഓ, എന്റെ വകയിലൊരു ചെറിയമേരെ മോനാ. കഷ്ടപ്പാട് കാരണം ഇവിടെ വന്ന് നിൽക്കുന്നയാ. അവൻ മഹാകുസൃതിയാ, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓ എന്റെ പെങ്ങളെ, സംഗതി പഴയതിൽ ഉഷാറായി. ഇനിയിപ്പം തിരിഞ്ഞു മറിഞ്ഞും എന്നാ കളി വേണേലും കളിക്കാം. സാർ പോലീസല്ലേ? അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ഇതൊക്കെ ചെയ്താ അതൊക്കെ മനസ്സിലാവും. ആളുടെ ജോലിയും ഉണ്ടായ സ്ഥലവും വേണമെങ്കിൽ ഭാവിയും വരെ ഞാൻ പറയും. പറയട്ടെ?
പറയട്ടേന്ന്. എടാ ഷാജിവ, നടുവിനിട്ട് പണി കിട്ടിയപ്പം എന്റെ തലയിൽ വെളിച്ചം വന്നടാ. നമ്മളിവിടെ വന്നിട്ട് എല്ലാ അവന്മാരെയും കണ്ടില്ലേ? അപ്പൊ അവന്മാരാരുമല്ല നമുക്ക് പിടിക്കാനുള്ളത്. കാണാമറയത്തിരിക്കുന്ന അവൻ തന്നെയാടാ, അവൻ തന്നെയാണത്. നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നുള്ള നമ്മുടെ അടുത്തൊക്കെ അഭ്യാസം. നിക്കടാ, 1000 തത്തക്കൊണ്ടായി നാറി. നീ എന്നതാണ് ഇന്നലെ ചെറുക്കനിട്ട് ചെയ്തത്? കൂടെ പഠിച്ചെടുത്ത് നീ അവനിട്ട് ഉണ്ടാക്കാത്തൊന്നുമില്ലല്ലോടാ. എന്നിട്ട് 10 പൈസ കൊടുക്കാൻ തുടച്ചങ്ങ് പോണോ മയിലേ? ഞാൻ ഒന്നും ചെയ്തില്ല മകളെ. ഇത് കണ്ടാ വൃത്തിട്ടാ പറയുന്നത്. എടാ ഇച്ചിരില്ലാത്ത കൊച്ചിട്ട് ഉണ്ടാക്കിട്ട് എന്നെ കാണിക്കണേ. വിട്ടേ, സമാനം ഉണ്ടാക്കാം. ആയനുണ്ട് പിടിച്ചേ. അത് മതി, പോയേ. നീ പോയടാ. പെങ്ങളെ ഒന്ന് നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, എന്നിട്ടാണ് മറ്റേ പണി? നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒന്നും ചെയ്തില്ല. പോട്ടെ, ഇവിടെ ആയതുകൊണ്ട് 1000 രൂപയ്ക്ക് ഒതുങ്ങി. നാട്ടിലാണല്ലേ പോക്സോ കേസാ, പിന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വന്നേനെ. നിങ്ങളെ പെങ്ങളകത്ത് തിരുമേന്നോലായിരുന്നല്ലോ, ആണോ? തങ്കോ, കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. ഇവിടെ ഇല്ലായിരുന്നു? തങ്കണ്ണു, ഒരു കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങളുടെ പറമ്പിൽ റബ്ബറിന് കുഴി വെട്ടാൻ 2 മൈക്ക് സ്റ്റാൻഡുകൾ വന്നിട്ടുണ്ട്. അവന്മാര് വെപ്പും കുടിയും പൊറിച്ചിട്ട് ഷാപ്പി കിടപ്പുണ്ട്. കണ്ടിട്ട് രോങ്ങന്മാരെ പോലെ ഉണ്ട്. അതിന് ഞാൻ റബ്ബർ വയ്ക്കുന്നില്ലടാ, പിന്നെ കുഴി കുത്തണേ.